വെളുപ്പിനെ 3 മണിക്ക് റബ്ബർ വെട്ടുന്ന വീഡിയോ ആണിത്. ഈ വെട്ടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോടെ പറയും, എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ്. അദ്ദേഹം ഒരു പ്രവാസിയൊക്കെ ആയിരുന്നു, വിദേശ നാടുകളിലൊക്കെ ആയിരുന്നു. വീണ്ടും പ്രവാസത്തിലേക്ക് പോവാം, UK പോവാം. ഞാനും മക്കളും വിടാത്തതാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് നാഴി അരി വെച്ച് കഞ്ഞി വെച്ചാൽ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ച്, അതാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് ദൈവം വീടും ചുറ്റുപാടും എല്ലാം തന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, പ്രവാസികൾ അവരുടെ ജീവിതമെന്ന് പറയുന്നത് മക്കളില്ല, ഭാര്യ കൂടെയില്ല, വീടൊക്കെ പണിയും, വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. താമസിക്കുന്നതാരാ? പ്രവാസികളുടെ ഭാര്യയും മക്കളുമാണ്. നാട്ടിൽ വന്നാലുള്ള ചോദ്യം, ഇനി എന്നാ മടക്കം, ഇനി എന്നാ, എത്ര നാൾ ലീവുണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവർക്കും ആഗ്രഹമുണ്ട് അവരുടെ മക്കളുടെ കൂടെ താമസിക്കാൻ, അവരുടെ കളിചിരി കാണാൻ. വിദേശ നാടുകളിലൊക്കെ പൊക്കോണം, പക്ഷേ അവരുടെ ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ മാത്രം പോവുക. ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഇതുപോലെയുള്ളവരുടെ ജീവിതമാണ്. നാട്ടിൽ വന്നാൽ വരുമാനം കുറഞ്ഞു പോയാൽ അടിയുണ്ടാക്കുന്ന വീടുകളും ഒക്കെയുണ്ട്. ഞങ്ങൾ ഇന്നും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിയുന്നവരാണ്. 5 വർഷമായി ഇദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഞങ്ങളിപ്പോഴും സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് കഴിയുന്നത്. നല്ല അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരന് കൂടെ സഹായത്തിന് എൻ്റെ മകനും പോകും. രാത്രി 3 മണിക്കാണ് പോകുന്നത്. ഞാനൊരു കട്ടൻ കാപ്പി അനത്തി കൊടുക്കും, അതും കുടിച്ചിട്ട് അവർ പോകും. പാമ്പിനെ പേടിയില്ല, ഒന്നും പേടിയില്ല. കേരളമെന്ന് പറയുന്നത് ഇപ്പം ബംഗാളികളാണ് കയ്യേറിയിരിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് മടിയാണ് ജോലി ചെയ്യാൻ. എന്നാൽ ഈ ചെറുപ്പക്കാരന് മടിയുമില്ല, യാതൊന്നുമില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തിത്വത്തിനുടമ. സത്യസന്ധനാണ് അദ്ദേഹം. സത്യത്തിനെ കൂട്ടു നിൽക്കത്തുള്ളൂ, അനീതിക്ക് കൂട്ടു നിൽക്കത്തില്ല. എൻ്റെ പിതാവിന് ഞാൻ എന്ത് സ്ഥാനം കൊടുത്തോ അതിലുപരിയായിട്ടൊരു സ്ഥാനമാണ് ഇദ്ദേഹത്തിന് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ പ്രവാസികൾ, അവർക്ക് അവരുടെ ജീവിതം നഷ്ടമാകും. അവർ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം അതുകൊണ്ട് ആ കല്ലറയുടെ അവിടെ വരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. തിരക്കിട്ട ജീവിതത്തിൽ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ജീവിക്കാൻ അവർ മറന്നു പോകുന്നു. അവരുടെ മക്കളോടൊത്ത് അവർ പണിത വീട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റാതെ പോകുന്നു. ചിന്തിച്ചു നോക്കൂ, 2100 ഞാനുമില്ല, ഭൂമിയിലെ ഒട്ടുമിക്ക ആളുകളുമില്ല. ഈ വാരി കൂട്ടുന്നതോ നഷ്ടപ്പെടുത്തുന്ന ജീവിതമോ ഒന്നുമില്ല. ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്നവരൊക്കെ പോകണം, പക്ഷേ അവർക്ക് കുടുംബം കൂടെ ഉണ്ടാകണം. ഇല്ലാത്തവർ നാട്ടിലിങ്ങനെ